ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല എന്നൊരു ജാമ്യം അപേക്ഷ തള്ളി എന്നതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. എ പത്മകുമാറിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. കട്ടളപ്പാളി കേസിലാണ് ഇപ്പോൾ എ പത്മകുമാറിന് ജാമ്യം ഇല്ല എന്നൊരു വിവരം ലഭിച്ചിരിക്കുന്നത്. ജാമ്യം നിഷേധിച്ചത് കൊല്ലം വിജിലൻസ് കോടതിയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് എ പത്മകുമാർ. പ്രൊഫസറിലടക്കം ചെമ്പ് എന്ന് എഴുതിയൊരു വ്യക്തി കൂടിയാണ്. എന്തായാലും കോടതിയെ ജാമ്യാപേക്ഷയായി സമീപിച്ചപ്പോൾ പത്മകുമാർ പറഞ്ഞത് എന്തായാലും എല്ലാവരുടെയും അറിവോടുകൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത്, അതോടൊപ്പം തന്നെ ചെമ്പ് എന്ന് എഴുതിയത് മാറ്റിയതും എന്നതാണ് ജാമ്യാപേക്ഷയിലെ പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെ എന്നതായിരുന്നു പത്മകുമാറിന്റെ വാദം. എന്നാൽ ഇതിലാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി കട്ടളപ്പാളി കേസിൽ ജാമ്യാപേക്ഷ തള്ളിയത് എന്ന ഒരു കാര്യം ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കട്ടളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് ബോർഡിന്റെ അറിവോടെ എന്നതായിരുന്നു പത്മകുമാറിന്റെ വാദം. എല്ലാവരുടെയും അറിവോടെയാണ് മിനിസ്റ്ററിൽ ചെമ്പുപാളി എന്ന് എഴുതിയതെന്നും പത്മകുമാർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ജാമ്യ ഹർജിയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുന്നത്. പത്മകുമാറിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയില്ല എന്നൊരു കാര്യം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ജാമ്യമേ നൽകുന്നില്ല, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ തള്ളി എന്നതാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് എന്നതാണ് മനസ്സിലാക്കുന്നത്.